21/6/2025 നടന്ന ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബൂർബൻ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രാൻസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തീവ്രദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം സെർബിയ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. 4 ചേരുംപടി ചേർക്കലാണ്. ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ് ആണ്. റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ ആണ്. സ്വരാജ് പാർട്ടി CR ദാസ്. ഗദ്ദർ പാർട്ടി ലാല ഹർദയാൽ. ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ, സ്വരാജ് പാർട്ടി CR ദാസ്, ഗദ്ദർ പാർട്ടി ലാല ഹർദയാൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5, 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഗിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? ചിത്രകലയാണ്, നൃത്തമാണ്. കുമുദിനി രജനീകാന്ത് ലഗിയ നൃത്തമാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദിലെ സത്യാഗ്രഹം. തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരമായിരുന്നു ഗാന്ധിജി നടത്തിയ ഗേഡ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ഇതായിരുന്നു പ്രസ്താവനകൾ. ഇതിൽ ഉത്തരം ശരിയായ പ്രസ്താവനകൾ 1ഉം 4ഉമാണ്. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. ഇതിൽ 2ഉം 3ഉം അങ്ങോട്ട് മാറിയിട്ടാണ് തന്നെയാണ്. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരം ഗേഡ സത്യാഗ്രഹവും അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നമായിരുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ തന്നേക്കണത് തുണിമിൽ തൊഴിലാളികളുടെയാണ് കേട്ടോ. 2 തെറ്റാണ്. അങ്ങോട്ടും നേരെ ഓപ്പോസിറ്റാണ് കൊടുത്തേക്കുന്നത്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം ഏതാണെന്നാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ. നീലഗിരിയാണ്. നീലഗിരി. 8 ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു? തുഷാരമാണ്. തുഷാരം. 9 ദേശീയ ജലപാത NW3 ഏത് മുതൽ ഏത് വരെയാണ് ബന്ധിപ്പിക്കുന്നത്? കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ. താഴെ തന്നിരിക്കുന്നവയിൽ അവസാദശിലകൾക്ക് ഉദാഹരണം ഏതാണ്? ഇതിൽ ഓപ്ഷൻ 1ഉം 3ഉമാണ് വരുന്നത്. ചുണ്ണാമ്പുകല്ലും കൽക്കരിയുമാണ് അവസാദശിലകൾക്ക് ഉദാഹരണം. 11 ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം സ്ട്രാറ്റസ് ആണ്. പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം. അനാസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാനാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇതിൽ 3 ഓപ്ഷൻ ഉണ്ട്. 4ാമത്തെ ഓപ്ഷൻ മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ഉത്തരം. രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. 15 വികേന്ദ്രീക ആസൂത്രണ തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 9ാം പഞ്ചവത്സര പദ്ധതി. 16 ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക, ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശാശ്രയത്വം നേടിയെടുക്കുക, ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതിൽ 1ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. 2ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പണം അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. ഓപ്ഷനാണ് തെറ്റ്. 18 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ജയതിലകാണ്. ജയതിലക്. ശാരദാ മുരളീധരൻ 49ാമത്തെയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂർ. 20 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
പ്രസ്താവനകൾ 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടിരിക്കുന്നത്. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് അനുപാതികമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയായിരുന്നു. അതും ശരിയാണ്. അടുത്ത ഓപ്ഷൻ തെറ്റാണ്. 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്നല്ല 10 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ആളുകളെ നിശ്ചയിച്ചിട്ടുള്ളത് കേട്ടോ. 21 ചേരുംപടി ചേർക്കലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം വകുപ്പ് 30 മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം വകുപ്പ് 26, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ വകുപ്പ് 18, അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം വകുപ്പ് 22. ഓപ്ഷൻ സി ആണ് കേട്ടോ. 22 ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിന്റെ പേര് BR ഗവായി എന്നാണ്. BR ഗവായി. സി. 23 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. അത് ശരിയാണ്. ഓപ്ഷൻ ബിയും സിയും. ഇത് പ്രസ്താവനകൾ 2ഉം 3ഉം തെറ്റാണ്. 300A വകുപ്പ് പ്രകാരമാണ് സ്വത്തവകാശം നിയമാവകാശമാക്കിയിട്ടുള്ള വകുപ്പ്. ഇന്ദിരാഗാന്ധി അല്ലായിരുന്നു, മൊറാർജി ദേശായി ആയിരുന്നു മൗലികാവകാശങ്ങളെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നത് കേട്ടോ. 26 ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഇൻഷുറൻസ് ആണ് കേട്ടോ. യൂണിയൻ ലിസ്റ്റിൽ ഇൻഷുറൻസ് ആണ്. 25 ചേരുംപടി ചേർക്കലാണ്. 42ാമത് ഭേദഗതി മിനി ഭരണഘടന. 61ാമത് ഭേദഗതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 20 നിന്നും 18 കുറച്ചു. 74ാമത് ഭേദഗതി നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചത്. 91ാമത് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ച്. ഓപ്ഷൻ ഡി ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റികളെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടെ കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ എ ഷാജഹാനാണ്. സ്റ്റേറ്റ് പബ്ലിക്കേഷൻ സർവീസ് കമ്മീഷൻ ചെയർമാനെ നിർണ്ണയിക്കുന്നത് ഗവർണറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 27 ഓപ്ഷൻ ഡി ആണ്, ഗവർണർ. 28 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോറിൽ വെച്ചാണ്. 29 ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി, വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി. ഇത് രണ്ടുമാണ്. ബാക്കി രണ്ടും പരോക്ഷ നികുതികളാണ്. ഓപ്ഷൻ ഡി ആണ് 1 and 2. താഴെ കൊടുക്കുന്ന പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാമാണ്? 3 ഓപ്ഷനും യോജിക്കുന്നതാണ്. ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത വിദഗ്ധ കായിക തൊഴിലിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക. ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വിഭവാടിത്തറ ശക്തിപ്പെടുത്തുക. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ചേർക്കുക. 3 ഓപ്ഷനും കറക്റ്റാണ്. താഴെ കൊടുക്കുന്ന പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? 3ഉം യോജിക്കുന്നവയാണ്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഓപ്ഷൻ ബി 1, 2 and 3. ക്വസ്റ്റ്യൻ നമ്പർ 32. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിക്രം മിശ്രയാണ്. 33 ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി പ്രചോദനം പദ്ധതിയാണ്. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ന്യൂഡൽഹിയാണ്. ക്യൂണിക്കൾച്ചർ എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. 35 മുയൽ വളർത്തലാണ്. ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തൽ. 36 റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന? കോശകേന്ദ്രം കണ്ടെത്തിയതാണ് കേട്ടോ. കോശകേന്ദ്രം കണ്ടെത്തിയതാണ് റോബർട്ട് ബ്രൗൺ. 37 പിനങ്ക സബ്റ്ററേനിയ എന്താണെന്നാണ് അടുത്ത ചോദ്യം. ഒരു അപൂർവ ഇനം ഈന്തപ്പനയാണ് പിനങ്ക സബ്റ്ററേനിയ. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഗ്ലോബുലിനാണ് രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗമല്ലാത്തത് മീസിൽസ് ആണ് ബാക്ടീരിയ അല്ലാത്തത്. അതൊരു വൈറസ് രോഗമാണ്.
ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം കണാരോഗമാണ്. ഓപ്ഷൻ ഡി. 42 ഭൂഗുരുത്വാകർഷണ ത്വരണം അതായത് ജിയുടെ മൂല്യമേറ്റം ഉയർന്നിരിക്കുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്. 43 ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ശ്യാനബലം അഥവാ വിസ്കോസിറ്റി. ശ്യാനബലമാണ്. സമവർത്തുള്ള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വേഗതയാണ് മാറ്റമില്ലാതെ തുടരുന്നത്. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗയാണ്. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലകവർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പിരീഡുകളും ഉണ്ട്. മൂലകങ്ങളെ ആറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ഹെൻറി മോസ്ലിയുടെയാണ് വർഗീകരണം. 48 ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായുകുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ബോയിൽ നിയമമാണ്. നിർവീര്യലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ആണ്. അതിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റമുണ്ടാകുന്നു? 7നേക്കാൾ കുറയുന്നു. 2024 രസതന്ത്ര നൊബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ബേക്കറിനാണ് പകുതി ലഭിച്ചത്. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? IUCN ആണ്. പ്ലാനറ്റ് ഓൺ ദി മൂവ്. 52 ചുവടെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായവ തിരിച്ചറിയുക. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. പ്രസ്താവന എയും ബിയും ശരിയാണെന്നാണ് ഉത്തരം. എയും ബിയും ശരിയാണ്. 53 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം വിഘ്നേഷ് പുത്തൂരാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായവ തിരിച്ചറിയുക. വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലകൃഷ്ണ പണിക്കർ. ഓപ്ഷനാണ് ശരി. ബി തെറ്റാണ്. VC ബാലകൃഷ്ണ പണിക്കരെ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയായിരുന്നു മലയാള വിലാസം. അത് തെറ്റാണ്. പ്രസ്ഥാന എ ശരിയാണ്, ബി ശരിയല്ല. 55 ചുവടെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായവ തിരിച്ചറിയുക. 2 ഓപ്ഷനും തെറ്റാണ് കേട്ടോ. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമല്ല വിഗതകുമാരൻ. ആലപ്പി വിൻസെന്റ് വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. രണ്ടും തെറ്റാണ്. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് കേട്ടോ. 57 ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരിച്ചറിയുക. മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനായിരുന്നു. 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോന്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച പത്രമായിരുന്നു കേരള കേസരി. പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല കേട്ടോ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരിച്ചറിയുക. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908 തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. 2 പ്രസ്താവന ശരിയാണ്. 59 ഡാഷിന് ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വളരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ സ്റ്റാറ്റിക് വെബ് പേജ് എന്നാണ് വിളിക്കുന്നത്. എക്സൽ 2010 കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ സെൽ റെഫറൻസ് തെറ്റായി കൊടുക്കുന്നത് മൂലം കാണിക്കുന്ന സന്ദേശം നെയിം ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി നെയിം. #നെയിം ക്വസ്റ്റ്യൻ മാർക്കാണ്. 62 ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല മലപ്പുറമാണ്. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ്. 64
2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെട്ടത് വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുമുള്ള അധികാരം. ഓപ്ഷൻ എ ആണ് ഉത്തരം ശരി. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ പെടുന്നത് ഏതെന്നാണ് ചോദിച്ചാണ്. ഓപ്ഷൻ സി ആണ് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശമാണ്. കറക്റ്റ് ആൻസർ 66. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകാം. ഓപ്ഷൻ സി ആണ് ഇതിലെ തെറ്റ്. 67. 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്? ഇതിൽ മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല എന്നാണ് കേട്ടോ. ഓപ്ഷൻ 68. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമനുസരിച്ച് പരാതിക്കാരെയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരകക്ഷികളും ഉപയോഗിക്കുന്നതായ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? സംരക്ഷണ ഉത്തരവാണ്. സംരക്ഷണ ഉത്തരവ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ മേൽപ്പറഞ്ഞവ എല്ലാമാണ്. കാങ്കാർ വാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറ്റുകൾ, ചൗസന്ത് യോഗിനി ക്ഷേത്രങ്ങൾ എല്ലാമാണ് കേട്ടോ. 70. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ മാത്രം വായിച്ചു പോവാം. -5 നിന്നും ഏത് നമ്പർ കുറിച്ചാലാണ് -14 കിട്ടുക? ഓപ്ഷൻ എ 9. താഴെ തന്നിരിക്കുന്നവയിൽ വലുത് ഏത്? ഓപ്ഷൻ ഡി 60ന്റെ 5/4. ഒരു പെൻസിലിൻ്റെ വില 4.54 ആയാൽ അതുപോലുള്ള 30 പെൻസിലുകളുടെ വില? ഓപ്ഷൻ സി 136.20. റീഡ് എന്നാൽ കോഡിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓറിയൽ റൂം ആണെങ്കിൽ ടെൻഡൻ മസിൽസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 76ൻ്റെ ഉത്തരം പടിഞ്ഞാറാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ 77ൻ്റെ ഉത്തരം ബി ആണ്, 202 ആണ്. ക്വസ്റ്റ്യൻ 78ൻ്റെ ഉത്തരം ഒറ്റയാനെ കണ്ടെത്തുകയാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 343. 79 ആൻസർ 15 സി. ഓപ്ഷൻ 80ൻ്റെ ഓപ്ഷൻ എ ആണ്, 5. 81 ചൂസ് ദ കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, ഡോണ്ട്. 82 മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് സയൻസ് ഫിക്ഷൻസ് ആണ്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് 10 years ആണ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ ആണ്. 84 ക്വസ്റ്റ്യൻ നമ്പർ ഓപ്ഷൻ എ ആണ്. വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെൻറ്റ് ടുഡേ എന്നാണ്. 86 ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ ആണ്. 87 ഐ പുട്ട് ഓൺ മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ. ദ എൻറ്റോണിം ഫോർ അമേച്ചർ ഈസ് പ്രൊഫഷണൽ ആണ്. ഹി ഹാസ് ബീൻ എലക്റ്റഡ് ടു ദ കൗൺസിൽ. ഓപ്ഷൻ ബി ആണ് വരുന്നത്, കൗൺസിലിൻ്റെ സ്പെല്ലിങ്. ദ സിനോണിം ഫോർ അമേബിൾ ഈസ് ഫ്രണ്ട്ലി. ഇനി മലയാളമാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി അതിഥി. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ജനനിയാണ് പര്യായപദം അല്ലാത്തത്. ഓപ്ഷൻ സി ജനനി. 93 അങ്കുശം എന്നതിൻ്റെ വിപരീത പദം നിരങ്കുശമാണ് കേട്ടോ. നിരങ്കുശം. ഓപ്ഷൻ ബി. കൺ പ്ലസ് നീർ ചേർത്തെഴുതുക. കണ്ണീരാണ്. ഓപ്ഷൻ ബി. ശരിയായ വാക്യം ഇതിൽ ലാസ്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്. 96 പ്രത്യുപകാരം പിരിച്ചെഴുതുക. ഓപ്ഷൻ സി ആണ്, പ്രതി പ്ലസ് ഉപകാരം. 97 ആസ് ദ സ്പീഡ് സോ ദ സ്പ്രൗട്ട്. ഓപ്ഷൻ ഡി ആണ്, വിത്ത് ഗുണം 10 ഗുണം. കവിയുടെ സ്ത്രീലിംഗം കവയിത്രിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, കവയിത്രി.
99 അലിംഗത്തിന് ഉദാഹരണമല്ലാത്ത പദം. ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 100 അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ. ഓപ്ഷൻ ബി.